നമസ്കാരം. കുബുദ്ധികളുടെ രാജാവാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ. മൂപ്പര് എന്തെങ്കിലും തീരുമാനമോ ഒരു നീക്കമോ നടത്തിയാൽ അതിന് പിന്നിൽ പിണറായിക്ക് അനുകൂലമായി കിട്ടേണ്ട, അതായത് മൂപ്പർക്ക് അനുകൂലമായി കിട്ടേണ്ട എന്തെങ്കിലും ഒരു കാര്യം കാണും. ഇപ്പോൾ പുതുതായി വരുന്ന വാർത്ത കെ ശൈലജയെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കാൻ നീക്കം നടത്തുന്നു എന്നതാണല്ലോ. ശൈലജയെ മാത്രമല്ല, കെ ബാലൻ, തോമസ് ഐസക് തുടങ്ങിയ മുതിർന്ന നേതാക്കളെയൊക്കെ മത്സരിപ്പിക്കാനാണ് നീക്കം. ഇതിന് പിന്നിൽ ചില കാരണങ്ങളുണ്ട്, അത് വഴിയെ പറയാം. നിയമസഭാ തിരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി നിർണയത്തിൽ ചില മാനദണ്ഡങ്ങളൊക്കെ കൊണ്ടുവന്നിരുന്നു CPM. പതിവായി മത്സരിക്കുന്നവരെ ഒഴിവാക്കി പുതുമുഖങ്ങളെ കൂടുതൽ കളത്തിലിറക്കിയുള്ള പരീക്ഷണം വിജയം കാണുകയും ചെയ്തതാണ്. എന്നാൽ ഇക്കുറി ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തീർത്തും പുതിയൊരു രീതിയാണ് അവലംബിക്കുന്നത്. നിർണായകമായ ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിനെ കരുത്തന്മാരുടെ പോരാട്ട വേദിയാക്കി മാറ്റുന്നു എന്ന രീതിയിലേക്ക് കൊണ്ടുവരാനാണ് CPM-ന്റെയും CPI-യുടെയും ശ്രമം. മുതിർന്ന നേതാക്കളെ സ്ഥാനാർത്ഥികളാക്കി വിജയസാധ്യത പരീക്ഷിക്കുക കൂടി ചെയ്യുകയാണ് CPM. വിജയം മാത്രം മാനദണ്ഡമാകുമ്പോൾ CPI-ൽ നിന്നും തലമുതിർന്ന നേതാക്കൾ മത്സരിക്കാൻ കളത്തിലിറങ്ങും. എന്നാൽ അങ്ങനെ മാത്രവുമല്ല കാര്യങ്ങളും. നേതാക്കൾ വിചാരിക്കും പിണറായിക്ക് തങ്ങളോടുള്ള മമത കൊണ്ടാണെന്ന്. പിണറായിക്ക് വേറെ ആർക്കുമല്ല. പോട്ടെ. ദേശീയ രാഷ്ട്രീയത്തിലെ മാറ്റങ്ങളുടെ പശ്ചാത്തലത്തിൽ കേരളത്തിൽ നിന്ന് തന്നെയാണ് പാർട്ടി കേന്ദ്ര ഘടകം കൂടുതൽ സീറ്റുകൾ പ്രതീക്ഷിക്കുന്നതും. അതൊരു കാര്യം. കേരളത്തിന്റെ ശബ്ദമുയർത്താൻ സ്വന്തം MP-മാർ വേണ്ടത് CPM-നെ സംബന്ധിച്ച് അത്യാവശ്യവുമാണ്. ദേശീയ തലത്തിൽ പാർട്ടിയുടെ സ്വാധീനവും പ്രസക്തിയും ഉറപ്പാക്കാനും അത് അത്യാവശ്യമാണ്. പാർട്ടി വർഷങ്ങളായി അടക്കി ഭരിച്ചിരുന്ന ബംഗാൾ, ത്രിപുര സംസ്ഥാനങ്ങളിൽ അമിത പ്രതീക്ഷ പാർട്ടിക്കില്ല. ദക്ഷിണേന്ത്യയിൽ തമിഴ്നാട്ടിൽ 2 സീറ്റിൽ വിജയിക്കാമെന്നാണ് കണക്കുകൂട്ടൽ. തെലങ്കാനയിൽ 1 സീറ്റിൽ മത്സരിക്കാൻ കഴിയും. ഈ സാഹചര്യത്തിൽ കേരളത്തിൽ നിന്ന് പരമാവധി MP-മാർ എന്ന ലക്ഷ്യത്തിലാണ് തിരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾക്ക് രൂപം നൽകുന്നതും. അതിന് ചില നീക്കുപോക്കുകൾ ആവശ്യമാണെന്ന് നേതൃത്വം വിലയിരുത്തുകയും ചെയ്യുന്നുണ്ട്. സ്ഥാനാർത്ഥി നിർണയത്തിലും പ്രചാരണത്തിലും അത് പ്രതിഫലിക്കും. മുതിർന്ന നേതാക്കളിൽ ചിലരുൾപ്പെടെ സ്ഥാനാർത്ഥികളാകുമെന്നായിരുന്നു ഊഹാപോഹം. PB അംഗം വിജയരാഘവൻ, മുൻ മന്ത്രിമാരായ കെ ശൈലജ, കെ ബാലൻ, TM തോമസ് ഐസക് എന്നിവരുടെ പേരുകളാണ് ചർച്ചകളിലുള്ളത്. മത്സരത്തിനില്ലെന്ന നിലപാടിലാണ് ഇവരിൽ ചിലരെങ്കിലും പാർട്ടി തീരുമാനത്തിന് വഴിപ്പെടേണ്ടി വരും. കെ ശൈലജയെ കണ്ണൂരിലേക്കും വിജയരാഘവനെ പാലക്കാട്ടേക്കുമാണ് പരിഗണിക്കുന്നത്. ആലത്തൂരിൽ കെ ബാലൻ മത്സരിക്കണമെന്നാണ് അഭിപ്രായം. ഐസക് ഇതിനോടകം തന്നെ പത്തനംതിട്ടയിൽ പ്രവർത്തനം തുടങ്ങിക്കഴിഞ്ഞു. കടകംപള്ളി സുരേന്ദ്രനെ ആറ്റിങ്ങലിൽ ഇറക്കാൻ നീക്കമുണ്ടെങ്കിലും കഴക്കൂട്ടത്ത് ഉപതിരഞ്ഞെടുപ്പ് വന്നാൽ അതൊരു ഭീഷണിയാണ്. M സ്വരാജിനെയും പാലക്കാട് മണ്ഡലത്തിലേക്ക് പരിഗണിക്കുന്നുണ്ട്. ചാലക്കുടിയിൽ ഒരു നടിയെ മത്സരിപ്പിക്കാൻ CPM ശ്രമിക്കുന്നുണ്ടെന്ന വാർത്തകളുണ്ട്. കൊല്ലത്ത് 2 MLA-മാരും ചിന്താ ജെറോമും പരിഗണനയിലുണ്ട്. ആലപ്പുഴയിൽ ആരിഫ് മാറില്ലെന്ന് കരുതുന്നവർക്ക് മുൻതൂക്കമുണ്ടെങ്കിലും ജില്ലാ കമ്മിറ്റിക്ക് തോമസ് ഐസക്കിനെ മത്സരിപ്പിക്കാനും താല്പര്യമുണ്ട്. കോഴിക്കോട് DYFI നേതാവ് V വസീഫിന്റെ പേരാണ് പരിഗണനയിലുള്ളത്. CPI-യും ഇക്കുറി അരയും തലയും മുറുക്കി കളത്തിലിറങ്ങുകയാണ്. ശക്തമായ ത്രികോണ മത്സരം പ്രതീക്ഷിക്കുന്ന തൃശൂർ VS സുനിൽകുമാർ ഏതാണ്ട് ഉറപ്പിച്ചു കഴിഞ്ഞു. എക്കാലത്തും തലവേദനയായ തിരുവനന്തപുരം മണ്ഡലത്തിൽ പന്ന്യൻ രവീന്ദ്രൻ അവസാന ലിസ്റ്റിൽ ഇടം നേടിയിട്ടുണ്ട്. വയനാട്ടിലാണെങ്കിൽ ഊഹങ്ങൾക്ക് അപ്പുറത്തെ സസ്പെൻസ് ഇട്ട് ഒഴിഞ്ഞു മാറുകയാണ് CPI നേതാക്കൾ. എന്തായാലും ചിന്താ ജെറോം വരെ സ്ഥാനാർത്ഥി പട്ടികയിൽ വന്നതോടെ പിണറായിയുടെ മറ്റൊരു ഗൂഢ നീക്കത്തെ കുറിച്ച് പറയാം. അതിനെക്കുറിച്ച് പറയാനാണ് മുൻപൊരു ചെറിയ ടീസർ പറഞ്ഞിട്ടത്. അതിൽ പ്രധാനമായും പറയേണ്ടത് കേരളത്തിൽ പിണറായിക്ക് വെല്ലുവിളി ഉയർത്തുന്ന ഒരു വ്യക്തിയെ കുറിച്ചാണ്, നേതാവിനെ കുറിച്ചാണ്. അത് തീർച്ചയായും കെ ശൈലജയാണ്. ശൈലജയെ വീണ്ടും മത്സരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് ഉറപ്പായും പിണറായിക്ക് വെല്ലുവിളി ഉയർത്തുന്നത് കൊണ്ട് തന്നെയാണ്. അപ്പോൾ ശൈലജ ഇവിടെ നിന്നാലല്ലേ കുഴപ്പമുള്ളൂ? ഒരു MP ആയാൽ എന്താണ് പ്രശ്നം? ഒരു പ്രശ്നവുമില്ല. നല്ലത് തന്നെ എന്ന ചിന്ത എല്ലാവരുടെയും മനസ്സിലൂടെ പോകും. പക്ഷെ അങ്ങനല്ല.
ഇവിടെ മാസപ്പടി കേസ് വരെ എരിഞ്ഞു പുകഞ്ഞു വരികയാണ്. ഒരു അറസ്റ്റ് ഉണ്ടാകും, അതിനു മുൻപേ കാര്യങ്ങളെല്ലാം ധാരണയാക്കണം. സംസ്ഥാനത്തിന്റെ ഭരണം സ്വന്തം കുടുംബത്തിൽ നിന്ന് പോകാൻ പാടില്ല എന്ന് തന്നെയാണ് പിണറായിയുടെ ലക്ഷ്യം. രാജിവെച്ച് മാറേണ്ടി വന്നാൽ ഉൾപ്പെടെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് CPM കേന്ദ്രങ്ങൾ ഉൾപ്പെടെ പറയുന്നത് റിയാസിനെ മുഖ്യമന്ത്രിയാക്കുമെന്നാണ്. അതിന് ആർക്കും താല്പര്യമില്ലെങ്കിലും പാർട്ടിക്കും മേലെ വളർന്ന മുഖ്യമന്ത്രിയെ, സഖാവിനെ എല്ലാവർക്കും പേടിയാണ്. ഇനി റിയാസിനെ മുഖ്യമന്ത്രിയാക്കണമെങ്കിൽ അതിന് ഏറ്റവും വലിയ പാര KK ശൈലജയാണ്. കാരണം രണ്ടാം തവണ മുഖ്യമന്ത്രി ആകണമെന്ന് എല്ലാവരും പ്രതീക്ഷിച്ചതും ആകേണ്ടിയിരുന്നതും ഭൂരിപക്ഷം ഏറ്റവും കൂടുതലും ഉണ്ടായിരുന്നത് KK ശൈലജയ്ക്കാണ്. ശൈലജ മത്സരിച്ചാൽ ജനം മനസ്സറിഞ്ഞ് വോട്ട് നൽകുമെന്ന് ഉറപ്പാണ്. അപ്പോൾ MP ആയി ഡൽഹിക്ക് പോയാൽ പിന്നെ ഇവിടെ റിയാസിന് മുഖ്യമന്ത്രി സ്ഥാനം സെറ്റാണ്. ഇനി ഇലക്ഷൻ വന്നാലും ജയിച്ചാലും ആ സ്ഥാനത്തിന് ഇളക്കം തട്ടില്ല. ഇതാണ് പിണറായിയുടെ ആ നീക്കം. അതുപോലെ തന്നെ തോറ്റവരെ പിന്നീട് പാർട്ടി ഒതുക്കുക തന്നെയാണ് ചെയ്യുക. മുതിർന്ന നേതാക്കളെയാണ് ഒതുക്കാൻ കൂടുതൽ ത്വരയുണ്ടാവുക. തിരുവനന്തപുരത്ത് നടന്ന CPM കേന്ദ്ര കമ്മിറ്റി യോഗം ദേശീയ തലത്തിൽ സ്വീകരിക്കേണ്ട തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയ സമീപനം ചർച്ച ചെയ്തിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ അടുത്ത ദിവസം നടക്കുന്ന പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റും സംസ്ഥാന സമിതിയും സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളിലേക്ക് കടക്കും. കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് LDF ഒരു സീറ്റിൽ ഒതുങ്ങി. അന്നത്തെ രാഷ്ട്രീയ സാഹചര്യം ഇപ്പോഴില്ലെന്നാണ് പാർട്ടി നിരീക്ഷണമെങ്കിലും സർക്കാരും പാർട്ടിയും നേരിടുന്ന പ്രശ്നങ്ങൾ തിരഞ്ഞെടുപ്പിനെ എങ്ങനെ ബാധിക്കുമെന്നത് ചർച്ചയിലുണ്ട്. പ്രധാനമായും ശബരിമലയും രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിച്ചപ്പോഴുണ്ടായ രാഷ്ട്രീയ അന്തരീക്ഷവും ഉൾപ്പെടെ ചില സവിശേഷ ഘടകങ്ങൾ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ കൂട്ടത്തോൽവിക്ക് വഴിയൊരുക്കിയിരുന്നു. നന്ദി.